ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ സബ്നെറ്റിങ്ങിൽ നമ്മൾ ക്ലാസ് സി സബ്നെറ്റിങ്ങിൻ്റെ 2 പ്രോബ്ലംസ് നോക്കി. നമ്മൾ 25 കൊണ്ടും 26 കൊണ്ടും ചെയ്തിരുന്നു. 27 കൊണ്ട് സബ്നെറ്റ് ചെയ്യാനായിരുന്നു ഞാൻ തന്നിരുന്നത്. അപ്പോൾ 27 കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർ ഇത് ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 27 കൊണ്ട് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതാണ് എഴുതുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ എഴുതുന്നത് 192, 168, 10 100ആയിരുന്നു, 10 ആയാലും മതി, 10/0/27. ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് എങ്ങനെ വരിക? ആദ്യത്തെ 27 ബിറ്റാണ് നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ 2, 3, 4, 5, 6, 7, 8 ബിറ്റായി. 8 ബിറ്റായി. ഇത് 1, 2, 3, 4, 5, 6, 7, 8 ബിറ്റായി. ഇത് 8 ബിറ്റായി. മൊത്തം 27 ബിറ്റാണ്. ഇപ്പോൾ എത്ര ബിറ്റായി? 24 ബിറ്റായി. അപ്പോൾ ഹോസ്റ്റ് ഐ ഡിയിൽ അവിടെ ഉണ്ടായിരുന്ന 8 ബിറ്റിൽ നിന്ന് നമ്മളൊരു 3 ബിറ്റ് കൂടി എന്ത് ചെയ്യണം? കടമെടുക്കണം. അപ്പോൾ അതെന്തായി? ഇവിടെ 1, 2, 3 27ആയി. 4, 5, 6, 7, 8. അപ്പോൾ ഇത് 8 ബിറ്റായി. ഇത് 8 ബിറ്റായി. ഇതും 8 ബിറ്റായി. ഇവിടെയും 8 ബിറ്റായി. ഇതിൻ്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? അല്ല, ഇതിൻ്റെ വാല്യൂ 255, ഇത് 255, ഇത് 255. ഇവിടെ എത്ര കിട്ടുക? ഇവിടെ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 224 കിട്ടുക. 224. ഒരു 2⁻7ഉം 2⁻6ഉം അതുപോലെ 2�5ഉം എന്ന് വെച്ചാൽ 128ഉം 64ഉം 32ഉം. ബാക്കിയുള്ളതൊക്കെ 0 ആയതുകൊണ്ട് അതങ്ങനെ 0 ആയി പോകും. അങ്ങനെ മൊത്തം 224 എന്നാണ് സബ്നെറ്റ് കിട്ടുക. ഇനി നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്ര കിട്ടുക? നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2⁻x. എക്സ് എത്ര എണ്ണം കടമെടുത്തു എന്നാണ്. നമ്മൾ എത്ര എണ്ണം കടമെടുത്തു? 3 എണ്ണം കടമെടുത്തു. അപ്പോൾ 2⁻3 എന്ന് പറഞ്ഞാൽ 8ആണ്. നമ്പർ ഓഫ് ഹോസ്റ്റ്, ഓരോ നെറ്റ്വർക്കിലും എത്ര സിസ്റ്റങ്ങളുണ്ട്? 2⁻y-2. 2⁻y എന്ന് പറഞ്ഞാൽ ബാലൻസ് ഉള്ള ഐ ഡിയാണ്. ബാലൻസ് അവിടെ 2⁻5 ആണുള്ളത്. 2⁻5 - 2. 2⁻5 എത്രയാണ്? 2⁻5 32ആണ്. അപ്പോൾ 32 - 2 30. ബ്ലോക്ക് സൈസ് എത്രയാണ്? ബ്ലോക്ക് സൈസ് 256 നിന്ന് സബ്നെറ്റ് മാസ്ക് കുറയ്ക്കുക. സബ്നെറ്റ് മാസ്ക് കൂടി 224ആണ്. അപ്പോൾ ബ്ലോക്ക് സൈസ് 32. ഓരോ നെറ്റ്വർക്കും തമ്മിലുള്ള അകലം 32 കിട്ടും. മൊത്തം നമുക്ക് 8 നെറ്റ്വർക്കാണ് കിട്ടുക. അതിൽ ഒന്നാമത്തെ നെറ്റ്വർക്ക് എഴുതാം. എന്തൊക്കെ എഴുതണം? FEH. ആദ്യം നെറ്റ്വർക്ക് ഐ ഡി എഴുതണം. നെറ്റ്വർക്ക് ഐ ഡി. പിന്നെ ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ്, പിന്നെ ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ്, പിന്നെ ബ്ലോക്ക് സൈസ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റും ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റും ബ്ലോക്ക് സൈസും ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. നെറ്റ്വർക്ക് ഐ ഡി എത്രയാണ്? ആദ്യത്തെ നെറ്റ്വർക്ക് ചോദ്യം തന്നെയാണ്. 192, 168, 10, 0. FEH എത്രയാണ്? 192, 168, 10, 1. ഇനി രണ്ടാമത്തെ നെറ്റ്വർക്ക് എത്രയായിരിക്കും? ഇതിൻ്റെ ഒപ്പം ബ്ലോക്ക് സൈസ് കൂട്ടിയിട്ടുള്ള അടുത്ത നെറ്റ്വർക്ക് എഴുതുക. 192, 168, 10, 32. അടുത്ത നെറ്റ്വർക്കോ? 192, 168, 10, 64. അടുത്ത നെറ്റ്വർക്കോ? 192, 168, 10, 96. അടുത്ത നെറ്റ്വർക്കോ? 192, 168, 10, 128. അടുത്ത നെറ്റ്വർക്കോ? 192, 168, 10, 160. എത്ര നെറ്റ്വർക്കായി? 1, 2, 3, 4, 5, 6 8 കിട്ടണം അല്ലേ? അടുത്ത നെറ്റ്വർക്ക് എത്രയായിരിക്കും? നെറ്റ്വർക്ക് ഐ ഡി 192, 168, 10, 192. അടുത്തതോ? 192, 168, 10, 224.
അപ്പോൾ മൊത്തം 1 2 3 4 5 6 7 8 നെറ്റ്വർക്കായി. 8 നെറ്റ്വർക്ക് നമ്മളവിടെ ഉണ്ടാക്കി. ഇനി നെറ്റ്വർക്കിന് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതണ്ടേ? നെറ്റ്വർക്ക് ഐ ഡി മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ? FEH എഴുതാം. FEH സുഖമാണ്. ഇവിടെ 192 168 10 33. ഇവിടെ 192 168 10 65. ഇവിടെ 192 168 10 97. ഇവിടെ 192 168 10 129. ഇവിടെ 192 168 10 161. ഇവിടെ 129 127 അല്ല 129. ബ്ലോക്ക് സൈസ് ആണ്. ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതിയാൽ മതി അല്ലേ? 192 168 10 31. ഇവിടെ 192 168 10 63. ഇവിടെ 192 168 10 95. ഇവിടെ 192 168 10 127. ഇവിടെ 192 168 10 159. ഇവിടെ 192 168 10 191. ഇവിടെ 192 168 10 223. ഇവിടെ 192 168 10 255. ഇവിടെ നമുക്ക് FEH എത്ര വരിക? 192 168 10 193. ഇവിടെയാണെങ്കിൽ 192 168 10 225. ഇനി LVH ഇവിടെ 192 168 10 30. ഇവിടെ 192 168 10 62. ഇവിടെ 192 168 10 94. ഇത് നിങ്ങൾ നേരത്തെ രണ്ടെണ്ണം ചെയ്ത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആൻസർ മാത്രം എഴുതി പോകുന്നത്. 192 168 10 126. 192 168 10 158. ഇവിടെ 192 168 10 190. ഇവിടെ 192 168 10 222. 192 168 10 254. ഇങ്ങനെ മൊത്തം 8 നെറ്റ്വർക്കാണ് കിട്ടുക. ഓരോ നെറ്റ്വർക്കിലും നമുക്ക് 30 കമ്പ്യൂട്ടർ വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സബ്നെറ്റിങ് ചെയ്യുക. ഇനി നമുക്ക് ഈ സബ്നെറ്റിങ് വെച്ചിട്ട് നമുക്കൊരു ലാബ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഈ സബ്നെറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലാബ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതേ, നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് 192 168 10 0 30 കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര നെറ്റ്വർക്ക് കിട്ടുമെന്നുള്ളതും ഓരോ നെറ്റ്വർക്കിൽ എത്ര IP വീതമാണ് എന്നുള്ളതും നിങ്ങൾ കണ്ടുവെക്കുക. ഒരുപാട് നെറ്റ്വർക്ക് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറയാത്തത്. എത്ര നെറ്റ്വർക്ക് കിട്ടും എന്നുള്ളതും ഓരോ നെറ്റ്വർക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്കും കാണുക, അതുപോലെ നമ്പർ ഓഫ് ഹോസ്റ്റും കാണുക. ഓക്കെ, ബ്ലോക്ക് സൈസും കാണുക. എന്നിട്ട് നെറ്റ്വർക്ക് എഴുതണ്ട, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. 30 കൊണ്ടൊന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നോക്ക്, എത്ര നെറ്റ്വർക്ക് കിട്ടും. അത് നമുക്ക് ആവശ്യമുണ്ട് 30 കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു ലാബ് നോക്കാം. അപ്പോൾ നിങ്ങൾ അത് പ്രോബ്ലം ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള വീഡിയോ ഈ ലാബ് ചെയ്യുന്നില്ല, ലാബ് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുക. അപ്പോൾ ഞാനിതിപ്പോൾ ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം, പാക്കറ്റ് ട്രേസർ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നമുക്കൊരു 4 നെറ്റ്വർക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. മൊത്തം 4. ഇപ്പോൾ 4 ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ ഒരു 4 സ്വിച്ച് എടുക്കുകയാണ്. ഇതൊരു സ്വിച്ച്, ഇത് വേറൊരു സ്വിച്ച്, ഇത് വേറൊരു സ്വിച്ച്, വേറൊരു സ്വിച്ച്. ഇപ്പോൾ 4 ഡിപ്പാർട്ട്മെൻറ്റിലും ഏകദേശം ഇതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നമുക്ക് പേര് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 PC വീതേ വെക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ 4 ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 20 PC വീതം നമുക്ക് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻ്റ് എടുക്കാം. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇതടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഞാൻ 2 PC വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് സെയിൽസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 20 കമ്പ്യൂട്ടർ വരുന്നുണ്ട്, 20 ഹോസ്റ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് HR ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഒരു 15 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ 15 ഹോസ്റ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നമുക്കിവിടെ ഏകദേശം ഒരു 40 ഹോസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 10 ഹോസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കും. ഇതൊരു കമ്പനിയുടെ 4 ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നമ്മളിപ്പോൾ 2 PC വീതം നമ്മൾ പാക്കറ്റ് റൈസറിൽ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അത്രയും PC ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കണക്ഷൻ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ റൂട്ടറിനെ വീതം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിലെ സ്വിച്ചിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ സ്വിച്ചിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അതത് റൂട്ടറുകൾ അതത് സ്വിച്ചുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂട്ടറിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റാം, നമുക്ക് ചെയ്യുമ്പോൾ മാറ്റാം. ഇനി നമുക്കേ അപ്പോൾ ഇത് നമുക്ക് ഓഫീസിൽ മൊത്തം 4 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അല്ലേ? 4 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒന്ന് സെയിൽസ് ആണ്, പിന്നെ അടുത്തത് HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമുക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്നിൽ 40, ഒന്നിൽ 20, ഒന്നിൽ 15, ഒന്നിൽ 10 ഹോസ്റ്റ് ചെയ്തല്ലേ. നമ്മളൊരു IP അഡ്രസ്സ് എടുക്കുക. ഏത് IP അഡ്രസ്സ് എടുക്കുക? ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എന്താ പറയുക, ഒരു IP അഡ്രസ്സ് 4 നെറ്റ്വർക്കല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 4 നെറ്റ്വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് C ഒരു IP അഡ്രസ്സ് എടുക്കുകയാണ്. 192 168 100 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്ര കിട്ടുക? 4 കിട്ടുക. നമ്പർ ഓഫ് ഹോസ്റ്റ്, ഓരോ നെറ്റ്വർക്കിലും എത്ര PCകൾ വീതം ആഡ് ചെയ്യാം? 62 PCകൾ ആഡ് ചെയ്യാം. ബ്ലോക്ക് സൈസ് എത്ര കിട്ടുക? 64. സബ്നെറ്റ് മാസ്ക് എത്ര കിട്ടുക? 255 255 255 192. ഇതഞ്ചാണേ. ഇങ്ങനെ കിട്ടുക. നമ്മളിതിന് മുമ്പത്തെ ലാബിൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുക. അപ്പോൾ മൊത്തം നമുക്ക് 4 നെറ്റ്വർക്ക് കിട്ടും. ഒരു നെറ്റ്വർക്ക് ID എത്രയാ? ഫസ്റ്റത്തെ നെറ്റ്വർക്ക് ID ഇതാണ്, 192 168 100 0. രണ്ടാമത്തെ നെറ്റ്വർക്കോ 192 168 164. അടുത്തതോ 192 168 100 128. അടുത്തതോ 192 168 100 192. ഇത്രയും 4 നെറ്റ്വർക്കാണ് കിട്ടുക. ഇതിൽ ഏത് IP മുതൽ 1 മുതൽ 62 വരെ PCകൾക്ക് കൊടുക്കാം. ഇവിടെ 65 മുതൽ 126 വരെ PCകൾക്ക് കൊടുക്കാം. ഇവിടെ 129 മുതൽ 190 വരെ PCകൾക്ക് കൊടുക്കാം. ഇവിടെ 193 മുതൽ 254 വരെ PCകൾക്ക് കൊടുക്കാം. ഇത്ര IPകൾ PCകൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ നെറ്റ്വർക്കിന് ഇത് കൊടുക്കുകയാണ്, രണ്ടാമത്തെ നെറ്റ്വർക്കിന് ഇത് കൊടുക്കുകയാണ്, മൂന്നാമത്തിന് ഇത്, നാലാമത്തിന് ആ നെറ്റ്വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്തുകൂടെ? അപ്പോൾ എങ്ങനെ ചെയ്യുക? ഫസ്റ്റത്തെ നെറ്റ്വർക്ക് ഏതാണ്? ഈ നെറ്റ്വർക്കാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കേണ്ട നെറ്റ്വർക്ക് 192
168 100 27 കൊണ്ടല്ലേ സബ്നെറ്റ് മാസ്ക് എത്ര വരിക 3255 ഒരു 192. അതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക്. രണ്ടാമത്തെ നെറ്റ്വർക്കിന് 192 168 100 64 സബ്നെറ്റ് മാസ്ക് എത്ര വരിക 255 255 255 192. മൂന്നാമത്തെ നെറ്റ്വർക്കിന് 192 168 100 128 അതിന്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക 255 255 255 192. അടുത്ത നെറ്റ്വർക്കോ 192 168 100 192 സബ്നെറ്റ് മാസ്ക് 3255 ഒരു 192. ഈ ഐ പികളാണ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്കിൽ ഇതാണ് ഫസ്റ്റ് നെറ്റ്വർക്ക്. അതിൽ 1നും 62നും ഇടയിൽ വരുന്ന ഐ പികളാണ് പി സികൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് പി സിക്ക് കൊടുത്തത് 192 168 1 1 ഒന്നല്ല 100 ആണ് അല്ലെ 100 1 അതാണ് ഫസ്റ്റ് പി സിക്ക് കൊടുത്തത്. രണ്ടാമത്തെ പി സിക്ക് 192 168 100 2 സബ്നെറ്റ് മാസ്ക് എത്ര കൊടുക്കണ്ടേ ഇവിടെ നമ്മൾ എഴുതി വെച്ച സബ്നെറ്റ് മാസ്ക് ഇല്ലേ 3255 ഒരു 192 കൊടുക്കണ്ടേ. ഇനി ഇവിടെ ഒരു ഐ പി കൊടുക്കണ്ടേ റൂട്ടറിന് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് നമ്മൾ LVH സാധാരണ കൊടുക്കാം. LVH എത്രയാണ് 62 ആണ് അല്ലെ ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ്. അതാണ് ഞാൻ റൂട്ടറിന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ റൂട്ടറിന് സെറ്റ് ചെയ്യാൻ പോകുന്ന ഐ പി 192 168 100 62 എന്നുള്ളതാണ് റൂട്ടറിന്റെ ഇന്റർഫേസിന് സെറ്റ് ചെയ്യാൻ പോകുന്ന ഐ പി. അപ്പൊ ഫസ്റ്റ് നെറ്റ്വർക്കിൽ 100 1 100 2 അങ്ങനെ ഒരു 120 വരെ മൊത്തം അവിടെ 20 ഹോസ്റ്റല്ലേ ഉള്ളത്. അപ്പൊ അത്രയും ഹോസ്റ്റുകൾക്ക് ഐ പി കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് സബ്നെറ്റ് മാസ്ക് എത്ര കൊടുക്കാം 3255 ഒരു 192. ഇനി രണ്ടാമത്തെ നെറ്റ്വർക്കിന് ഏത് കൊടുക്കാം 64 അല്ലേ കൊടുക്കാൻ പറഞ്ഞിരിക്കണേ. 64 ആകുമ്പോൾ 65നും 126നും ഇടയിൽ വരുന്ന ഐ പി വേണം കൊടുക്കാൻ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റത്തെ ഈ പി സിക്ക് 192 168 100 65 സബ്നെറ്റ് മാസ്ക് എത്ര വരിക 3255 ഒരു 192. ഇവിടെ 192 168 100 66 സബ്നെറ്റ് മാസ്ക് 3255 ഒരു 192. ഇവിടെ നമുക്ക് അവസാനത്തെ LVH കൊടുക്കാം 192 168 100 126 അതാണ് LVH. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് LVH 126 ആണ്. ലാസ്റ്റ് വാലിഡ് കോസ്റ്റ് 126 അല്ലേ ബ്രോഡ്കാസ്റ്റ് 127. ഇതിന് മുമ്പത്തേൽ നമ്മൾ ചെയ്തതല്ലേ. ഇനി മൂന്നാമത്തെ നെറ്റ്വർക്ക് 192 168 100 128 അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ പി സിക്ക് 192 168 100 129 ഈ പി സിക്ക് 192 168 100 130. ഓക്കെ ഇവിടെയോ ഇവിടെ നമുക്ക് 192 168 100 193 ഇതിന് 192 168 100 194 ഇങ്ങനെ നമുക്ക് പി സികൾക്ക് ഐ പികൾ കൊടുക്കാം. ഓക്കെ ഇനി ഇവിടെ ഗേറ്റ് വേ സെറ്റ് ചെയ്യണം അല്ലേ. ഇതിന്റെ ഗേറ്റ് വേ നമുക്ക് ഇതിന്റെ ഗേറ്റ് വേ എന്താ വരിക LVH വരിക 192 168 100 190. ഇവിടെ 192 168 100 254. ഓക്കെ 100 254 ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യണം റൂട്ടറിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഐ പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൂട്ടറിൽ കയറി ഫസ്റ്റ് റൂട്ടറിൻ്റെ പേരൊക്കെ ഒന്ന് ആദ്യം മാറ്റിയേക്കാം നമുക്ക്. നോ എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഹോസ്റ്റ് നെയിം എന്താക്കി സെയിൽസ് ഫസ്റ്റ് റൂട്ടറിൻ്റെ പേര് അതാക്കി കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 ഐ പി സ്പേസ് അഡ്രസ് 192 168 100 62 സബ്നെറ്റ് മാസ്ക് 3255 ഒരു 192 നോ സ്പേസ് ഷട്ട് ഐ പി സെറ്റ് ചെയ്തു. ഈ റൂട്ടിൽ പോവാം. ഈ റൂട്ടറിൻ്റെ പേര് ആദ്യം ഒന്ന് മാറ്റിയേക്കാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഹോസ്റ്റ് നെയിം എന്താണ് എൻജിനീയേഴ്സ് ENG എന്നിട്ടു സേവ് ചെയ്തു. ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 ഇവിടെ സ്പെല്ലിങ് തെറ്റി ഇൻ്റർഫേസ് സ്പേസ് ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണത് കമൻറ്റ് എക്സിക്യൂട്ട് ആവാതിരുന്നത്. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 ഐ പി സ്പേസ് അഡ്രസ് 192 168 100 126 അതിൻ്റെ സബ്നെറ്റ് മാസ്കും കൊടുത്തു.
സേവ് ചെയ്തു. ഇനി അടുത്ത റൂട്ടറിന് കൊടുക്കാം. ഈ റൂട്ടറിൻ്റെ പേര് മാറ്റാം. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 192.168.100 190. അതിൻ്റെ സബ്മിറ്റ് മാസ്കും കൊടുത്തു. നോ സ്പേസ് ഷട്ട് ഡൗൺ. പേര് മാറ്റിയേക്കാം. കോൺഫിഗർ ടെർമിനലിൽ പോവാം. ഹോസ്റ്റ് നെയിം HR. ലാസ്റ്റത്തെ റൂട്ടറിന് IP കൊടുക്കാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 192.168.100 സബ്നെറ്റ് മാസ്കും കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ. ഇപ്പോൾ 4 റൂട്ടറിനും നമ്മൾ IP കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പേരൊന്ന് മാറ്റിയാം. ഹോസ്റ്റ് നെയിം അക്കൗണ്ടിങ്. ഇപ്പോൾ 4 റൂട്ടറിന് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ നമ്മൾ IP കൊടുത്തിട്ടില്ലേ? ഓക്കെ, IP കൊടുത്തു. നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ കമൻറ്റ് അടിക്കാൻ മറന്നു. അതുകൊണ്ടാണ് ഇവിടെ റെഡ് IP സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ സേവ് ചെയ്ത്. അപ്പോൾ നേരെ കോൺഫിഗർ ടെർമിനലിൽ പോവുക. ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 നോ സ്പേസ് ഷട്ട് ഡൗൺ. IP ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് റൂട്ടറിനെ പരസ്പരം എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പോൾ റൂട്ടറിനെ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ സീരിയൽ കേബിൾ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ റൂട്ടറിനെ പരസ്പരം കണക്ട് ചെയ്യുമ്പോഴേ നമുക്കിവിടെ എത്ര IP ആവശ്യമായിട്ട് വരും? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ റൂട്ടറിനെ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്തു, പോർട്ട് ആഡ് ചെയ്തു, ഓണാക്കി. ഇവിടെയും പവർ ഓഫ് ചെയ്തു, പോർട്ട് ആഡ് ചെയ്തു, ഓണാക്കി. ഇനി സീരിയൽ കേബിൾ എടുത്തു, സീരിയൽ 0/0 നിന്ന് സീരിയൽ 0/0 കൊടുത്തു. ഈ നെറ്റ്വർക്കിന് ശരിക്കും നമുക്ക് എത്ര IP ആവശ്യമായിട്ടുണ്ട്? ഇവിടെ ഒരു IP, ഇവിടെ ഒരു IP, 2 IP അല്ല ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മളൊരു 30 കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? 30 കൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഞാൻ കാണിച്ചു തരാം. ഒരു IP അഡ്രസ്സ് എടുത്തിട്ട് 30 കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് IP അഡ്രസ്സ് എഴുതാം. 192.168.20.0/30. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? ഇവിടെ 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6. ഇവിടെ 255, ഇവിടെ 255, ഇവിടെ 255, ഇവിടെ എത്ര കിട്ടുക? നമുക്കിവിടെ 252 കിട്ടുക. 252. നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2x. എത്ര അങ്ങോട്ട് കടമെടുത്തിട്ടുണ്ട്? അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് 6, 2/6 കിട്ടും. 2/6 എന്ന് പറഞ്ഞാൽ 64 നെറ്റ്വർക്ക് കിട്ടും. നമ്പർ ഓഫ് ഹോസ്റ്റ്, ബാലൻസ് ഉള്ള ഹോസ്റ്റ് ID 2 ഉള്ളത്. ഇപ്പോൾ 2/2 4. ഓരോ നെറ്റ്വർക്കിലും 4 2/y-2 എന്നല്ലേ? അപ്പോൾ 2/y എന്ന് പറഞ്ഞാൽ 2/2 -2 4 -2 IP വീതം കിട്ടുക. ബ്ലോക്ക് സൈസ് എത്രയാ? 256. സബ്മിറ്റ് മാസ്ക് കുറച്ചാൽ 4. അപ്പോൾ ഇവിടെ ആദ്യം 4 വരും, പിന്നെ 8 വരും, പിന്നെ 12 വരും, പിന്നെ 16 വരും. അങ്ങനെ മൊത്തം 64 നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു നെറ്റ്വർക്ക് ID 0 ആണ്, ഒരു നെറ്റ്വർക്ക് ID 4 ആണ്, പിന്നെ 8 ആണ്, 12 ആണ്, 16 ആണ്, അങ്ങനെ പോവുമല്ലോ. അപ്പോൾ നമ്മൾ റൂട്ടർ ടു റൂട്ടർ കണക്ട് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു IP അഡ്രസ്സാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന IP അഡ്രസ്സ് 192, നമ്മൾ നേരത്തെ ചോദ്യം ചെയ്ത് തന്നെ 192.168.20.0/30. അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 21 22 കിട്ടും. ഇനി നമുക്ക് ഈ റൂട്ടറും കണക്ട് ചെയ്യാം. ഈ റൂട്ടർ ഓഫ് ചെയ്തിട്ട് ആദ്യം പോർട്ട് ആഡ് ചെയ്യട്ടെ.
കേബിൾ എടുക്കുക, പോർട്ട് ആഡ് ചെയ്യുക. കേബിൾ എടുത്തു, പോർട്ട് ആഡ് ചെയ്തു. ഇവിടെയും കേബിൾ എടുത്തു, പോർട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഈ റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ ഇല്ലേ, അവിടെ ഞാൻ 192, 168, 20, 4 എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് 30 കൊണ്ടാണ് സബ്മിറ്റ് ചെയ്തത്. ഇവിടെയോ 192, 168, 20, 8 അടുത്ത നെറ്റ്വർക്ക് എഴുതി. ഇതിൻ്റെ മാത്രം സബ്മിറ്റ് മാസ്ക് ഒന്ന് എഴുതിയിടാം. അടുത്ത നെറ്റ്വർക്കോ ഇവിടെയോ 192, 168, 20, 12 ഇവിടെ 30 വരിക. ഇതാണ് സബ്മിറ്റ് മാസ്ക് വരിക. ബാക്കിയുള്ളതിൻ്റെ അത് തന്നെയാണ്, ഞാൻ എഴുതാതെ വിട്ടുപോയതാണ്. 252 ഉണ്ട്. അപ്പോൾ അവിടെ ആകെ നമുക്ക് 2 IP അല്ലേ ആവശ്യമുള്ളൂ, 21 22. ഇവിടെ ആകുമ്പോൾ 25 26. ഇവിടെ ആകുമ്പോൾ 27 അല്ല 29 20 ഇവിടെ ആകുമ്പോൾ 20 13 20 14. 2 IP ആകെ ആ നെറ്റ്വർക്കിലുള്ളൂ. 30 കൊണ്ട് സബ്മിറ്റ് ചെയ്ത് ആകെ 2 IP ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് IP കൊടുക്കാം. എനേബിൾ ഇൻ്റർഫേസ്, കോൺഫിഗർ ടെർമിനലിൽ പോവുക, ഇൻ്റർഫേസ് സീരിയൽ 0/0/0 IP സ്പേസ് അഡ്രസ് 192 168 20 0. സബ്മിറ്റ് മാസ്ക് ഇട്ട് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ. ക്ലോക്ക് റേറ്റ് വേണം അല്ലേ, ക്ലോക്ക് റേറ്റ് സേവ് ചെയ്തു. ഇനി താഴത്തോട്ടുള്ളതിന് കൊടുക്കാം. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/1 IP സ്പേസ് അഡ്രസ്. ഇവിടെ 192 168 20 12 അല്ലേ, അപ്പോൾ 13 ഇവിടെയും 14 ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഞാൻ 192 168 20 13 അതിൻ്റെ സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. 3 255 1 252. പിന്നെ ക്ലോക്ക് റേറ്റ് ഇല്ല അവിടെ, നോ സ്പേസ് ഷട്ട് ഡൗൺ കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന IP 192 168 20 1. ഇവിടെ 192 168 20 13. ഇവിടെ കൊടുക്കാൻ പോകുന്നത് 192 168 20 2. ഇവിടെ കൊടുക്കാൻ പോകുന്നത് 192 168 24 അല്ലേ ഇത്, അപ്പോൾ 5. ഇവിടെ 192 168 20 6. ഇവിടെ 192 168 20 9. ഇവിടെ 192 168 20 10. ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ IP സെറ്റ് ചെയ്യാം. IP ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ, ഇനി സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് കൊടുത്തു. ഇനി ഇതിൽ പോവുക, എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/0 IP സ്പേസ് അഡ്രസ് 192 168 20 2. സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ അടിക്കുക, സേവ് ചെയ്യുക. വീണ്ടും കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/1 IP സ്പേസ് അഡ്രസ് 192 168 20 5. ക്ലോക്ക് റേറ്റ് വേണം അവിടെ, ക്ലോക്ക് റേറ്റ് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ. കോൺഫിഗർ ടെർമിനൽ ഇനി അതിലിപ്പോൾ 2 IP കൊടുത്തു അല്ലേ. ഇനി ഇതിന് എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/1 IP സ്പേസ് അഡ്രസ് 192 168 20 5 കൊടുത്തതാണ് 26. അതിൻ്റെ സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. അവിടെ ക്ലോക്ക് റേറ്റിൻ്റെ ആവശ്യമില്ല, നോ സ്പേസ് ഷട്ട് ഡൗൺ, സേവ് ചെയ്തു. വീണ്ടും കോൺഫിഗർ ടെർമിനലിൽ പോയി ഇൻ്റർഫേസ് സീരിയൽ 0/0/0 IP സ്പേസ് അഡ്രസ് 192 168 20 10. സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. ക്ലോക്ക് റേറ്റ് കൊടുക്കുക. അവിടെ ക്ലോക്ക് റേറ്റ് ഉണ്ട് 64,000. നോ സ്പേസ് ഷട്ട് ഡൗൺ, സേവ് ചെയ്തു. ഇനി ഇതിന് IP കൊടുക്കണം. ഇവിടെ എത്ര IP കൊടുക്കണം? 13. അപ്പോൾ നമ്മളിവിടെ 9 കൊടുത്തു. ഇവിടെ 12 അല്ലേ, 13 കൂടെ കൊടുത്തു, അപ്പോൾ ഇവിടെ 14. ഓക്കെ 14. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം,
റൂട്ടിൽ കയറി എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0 IP സ്പേസ് അഡ്രസ് 192.168.20.9 അതിൻ്റെ സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ സേവ് ചെയ്തു. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/1 IP സ്പേസ് അഡ്രസ് 192.168.10.14 സബ്മിറ്റ് മാസ്ക് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ. അതും കണക്റ്റഡായി. ഇപ്പോൾ എല്ലാം തമ്മിൽ എന്തായി? പരസ്പരം കണക്റ്റഡായി. ഇനി നിങ്ങൾ OSPF EAGRP റിപ്പ് വേർഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ റൗട്ടിങ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. റൗട്ടിങ് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സേവ് ചെയ്ത് വെക്കാം. സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റൗട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് സിസ്റ്റങ്ങൾക്കൊക്കെ IP കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ PC ക്ക് IP കൊടുത്തിട്ടില്ല. PC ക്ക് IP കൊടുക്കാനുള്ള IP ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് കൊടുത്ത് ഇതിലെ OSPF EAGRP ഏതെങ്കിലും റൗട്ടിങ് ചെയ്താൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് സിയുടെ സബ്മിറ്റ് ചെയ്ത് PC-കൾക്കൊക്കെ IP കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ക്ലാസ് ബിയുടെ സബ്മിറ്റിങ്ങുമായിട്ട് കാണാം.